ഇന്ന് രാമായണ പാരായണം 4-ാം ദിവസം. താടകാവധ ചിത്രമാണ് ഞാനിവിടെ വരച്ചു ചേർത്തിട്ടുള്ളത്. പുത്രകാമേഷ്ടി യാഗത്തിന് ശേഷം ലഭിച്ചിട്ടുള്ള പായസം അഗ്നിദേവൻ ദശരഥ മഹാരാജാവിനെ ഏൽപ്പിക്കുകയും ദശരഥ മഹാരാജാവ് അത് കൈകേയിക്കും കൗസല്യക്കുമായി കൊടുക്കുകയും ചെയ്തു. കൗസല്യയും കൈകേയിയും പകുതി വീതം സുമിത്രക്കും കൊടുത്തു. അങ്ങനെ കൗസല്യ ശ്രീരാമചന്ദ്രനും കൈകേയി ഭരതനും സുമിത്ര ലക്ഷ്മണനും ശത്രുഘ്നനും ജന്മം നൽകി. അങ്ങനെ വളരെ സന്തോഷത്തോടെ രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ദശരഥ മഹാരാജാവ് തൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാലമായല്ലോ എന്ന് ചിന്തിക്കുകയും അവർക്ക് ഗുരുകുല വിദ്യാഭ്യാസം ഏർപ്പാടാക്കുകയും ചെയ്തു. അസ്ത്രശസ്ത്ര വിദ്യകളിൽ അവർ കേമന്മാരായി വളർന്നു. ആ സന്ദർഭത്തിലാണ് വിശ്വാമിത്ര മഹർഷി അവിടേക്ക് ആഗതനായിട്ടുള്ളത്. വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യപ്രകാരം വിഷമത്തോടെയെങ്കിലും ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാത്രയാക്കി. വിശ്വാമിത്ര മഹർഷി കുട്ടികളെ കൂടെ കൂട്ടിയതിന്റെ കാരണം തൻ്റെ യാഗം മുടക്കുന്ന രാക്ഷസാദികളെ വധിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ രാമലക്ഷ്മണന്മാരെയും കൂട്ടി തൻ്റെ യാഗസ്ഥലത്തേക്ക് പോകുമ്പോൾ താടകാവനം കഴിയേണ്ടതായിട്ടുണ്ട്. അവിടെ ഘോര രാക്ഷസിയായ താടകയുണ്ട്. ആ താടകയെ വധിക്കുവാൻ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെടുകയും ശ്രീരാമചന്ദ്രൻ അതിന് പ്രകാരം ചെയ്യുകയും ചെയ്തു.